ഒന്നും രണ്ടും മൂന്ന്. അപ്പം അവനും അവളും തമ്മിൽ അതല്ല, ഇന്റർവെൽ ആയപ്പം പറഞ്ഞതാണോ അവസാനം പറഞ്ഞത്? അതോ? അല്ല, എന്താ ഗഫൂർക്ക നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പുറത്തോണ്ട് നടക്കണേ? വട്ടായോ? ഒന്നും പറയണ്ടെ ജബ്ബാറേ, മൂപ്പരെന്നല്ല സിനിമക്ക് പോയി, അതിനുശേഷം ഇങ്ങനെയാ. സിനിമ കണ്ടിട്ട് വട്ടായോ? ഏത് സിനിമയാ കണ്ടത്? ഏതോ ഒരു ആധുനിക സിനിമയാന്ന്. എന്തേനി അതിന്റെ പേര്? ഓ, ഒരു മിഠായിന്റെ പേരേനി. പിടികിട്ടി. ജെംസ്. ഇവിടെ GK പ്രസാദിന്റെ പുതിയ സിനിമയാ. എന്റെ ചെങ്ങായി ഒരുത്തൻ ഇപ്പറഞ്ഞ സിനിമ കാണാൻ പോയിരുന്നു. എന്നിട്ട് എന്തായി? ഓനതുപോലായോ? അല്ലല്ല, ഓൻ ഇതിലും മൂത്ത സ്റ്റേജിലാ. ഇപ്പൊ ചങ്ങല കിട്ടിരിക്ക. ഇന്റെ റബ്ബേ, എന്താണ് ഇപ്പൊ ചെയ്യാ? കിട്ടിപ്പോയി. ഓന്റെ ഭാര്യയാണ് മറ്റോള്. അല്ല, അപ്പൊ മറ്റോന്റെ ഭാര്യ ആരാണ്? ഇങ്ങളേത് മറ്റോന്റെയും മറിച്ചോന്റെയും കാര്യമാണ് പറയണത്? എടി, ഞമ്മളെന്നല്ല GK പ്രസാദിന്റെ സിനിമ കാണാൻ പോയില്ലേ? ഏത് GK പ്രസാദ്? GK പ്രസാദിന്റെ സൂറത്താത്താക്ക് അറിയില്ലേ? മൂപ്പര് ആധുനിക സിനിമയുടെ പിതാവല്ലേ, പിതാവ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ജബ്ബാറെ. മൂപ്പര് ഇതിന്റെ മുന്നത്തെ സിനിമയ്ക്ക് കണ്ടില്ലേ? എറണാകുളം ലോഡ്ജ്. അതൊരു ബ്യൂട്ടിഫുൾ സിനിമ അല്ലേ? പടച്ചോനെ, മുഴുനീള കോമഡി സിനിമയാ? അല്ലല്ല, മുഴുനീള തെറു സിനിമയാന്നാ ഞമ്മള് കേട്ട്. ഈ ജെംസും അങ്ങനെ ആയിരിക്കും അല്ലേ ഗഫൂർക്ക? അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിച്ചാണ് ഞമ്മള് പോയത്. ഒന്നുമില്ലെങ്കിലും പുതിയ 4 തെറി പഠിക്കാതെന്ന് കരുതി, അതും മിസ്സായി. അല്ല, അപ്പൊ നിങ്ങള് തെറി പഠിക്കാനാ സിനിമക്ക് പോണ്? എടി, ആധുനിക സിനിമ എന്ന് പറഞ്ഞാ അങ്ങനെ പലതും ഉണ്ടാവും. അതൊക്കെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണ്. ഓ, ഞമ്മക്കൊന്നും പറഞ്ഞാ മനസ്സിലാവൂലേ? ഇല്ല, നിനക്ക് മനസ്സിലാവൂല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. അല്ലേലും സിനിമക്കാരെങ്കിലും മിഠായിന്റെ പേരിടോ? അത് ശരിയാ. ഞാനും കുറെ ആലോചിച്ചു, എന്തായിരിക്കും മൂപ്പര് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഈ ഓളോടല്ല, സിനിമ കണ്ട് എന്നോട് വേണം ചോദിക്കാന്. ഈ ജംസ് മിഠായി എങ്ങനെയാണ്? പല പല നിറങ്ങളിലുള്ള മിഠായി ഒരു പാക്കറ്റിലല്ലേ? അത് ശരിയാ. നമ്മളെ GK പ്രസാദ് ഉദ്ദേശിച്ചതും ഇത് തന്നെയാ. പല പല നിറത്തിലുള്ള മിഠായി കാണിച്ചാ കുട്ടികളെ പറ്റിക്കാൻ പറ്റും. പക്ഷെ എന്റെ പൊന്നു സംവിധായക, ആധുനിക സിനിമന്റെ പിതാവേ, ഈറ്റ നമ്പറൊന്നും സിനിമയിൽ ചെലവാവൂല. സിനിമ നന്നാകാൻ പല പല നിറത്തിലൊന്നും വേണ്ടടോ. ഒരൊറ്റ നേരത്ത് തന്നെ മധുരമുള്ളത് പ്രേക്ഷകർക്ക് കൊടുത്താൽ മതി. അത് നല്ലതാണെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചോളും.